അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമുക്കിതിൻ്റെ മുകളിലിരിക്കാം, നടക്കാം, നമ്മുടെ കൂടെ നടക്കും എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ കാലേ കയറരുത് കേട്ടോ. ഇതാണ് ടോർട്ടോയ്സ്, ആഫ്രിക്കൻ ടോർട്ടോയ്സ്. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. അവൻ്റെ അടുക്കലാണ് അപ്പൂച്ചൻ നിൽക്കുന്നത്. അപ്പൂച്ചന് ഒരു ഭയവുമില്ല കണ്ടേ, അമ്മച്ചിക്ക് ഒരു ഭയമില്ലാതെ രണ്ടുപേരും ആഫ്രിക്കൻ ടോർട്ടോയ്സിൻ്റെ എടുത്ത് നിൽക്കുകയാണ്. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലോ, അടിപൊളി. ഇല്ല Hi bro. Good. Yeah. ഇഷ്ടപ്പെട്ടോ അപ്പച്ചനെ ഇഷ്ടപ്പെട്ടോ? കയറി ഇരിക്കാൻ പാടില്ല എന്ന് അവിടെ റൂളുണ്ട്. അപ്പനെ ഇഷ്ടപ്പെട്ടോ? അപ്പനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പച്ച നേരത്തെ കണ്ടിട്ടുണ്ടോ ഇതിനെ? അപ്പന് പേടിയൊന്നുമില്ലല്ലോ. അയ്യോടാ, കണ്ടോ കണ്ടോ, തൊട്ട് തല്ലി. നമ്മുടെ ആഫ്രിക്കൻ ടോർട്ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരെണ്ണം മാത്രമല്ല, പലരുടെയും കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന് വിശക്കുന്നുണ്ട്. ഇതിന്റെ പുറത്ത് എന്താണ്? ഇതിന്റെ പുറത്ത് ഭയങ്കര കട്ടിയുണ്ടല്ലോ പൂച്ച, ഭയങ്കര കട്ടിയുണ്ട് ആണല്ലേ? എന്റെ കാലിന് നല്ല നഖമൊക്കെ ഉണ്ട്. നോക്കുവാണേ, കാക്ടസ് അപ്പോ അത് പിടിക്കണ്ട. പഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് കുഞ്ഞ് ടച്ച് ചെയ്യൂല. എന്നിട്ട് അമ്മ ടച്ച് ചെയ്തിപ്പോ വെരി ബാഡ്, വെരി ബാഡ്, വെരി ബാഡ് അമ്മ, വെരി ബാഡ്. ലഞ്ചിന് ശേഷം മെയിൻലി ഞങ്ങൾ ഈ വൈൽഡ് ആനിമൽസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന സൈഡിലേക്കാണ് പോയത്. ഒരുപാട് വന്യമൃഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തോന്നിയത് ലയൺസിനെയാണ്. നമ്മുടെ നാട്ടിലെ ലയൺസിനെ പോലെ അല്ല കേട്ടോ, ഒരുപാട് വലിപ്പമുണ്ട് ഈ ലയൺസിന്. വേറെ സൈഡിൽ നോക്ക്, മറ്റേ സൈഡിൽ. ലയൺസിനെ കൂടാതെ പിന്നെ ചീറ്റയുണ്ടായിരുന്നു, സെർവൽ എന്ന് പറയുന്ന ഒരു വേറൊരു മൃഗം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ടൈഗേഴ്സിനെ ഒന്നും കണ്ടില്ല കേട്ടോ ഇവിടെ. അതിൽ ഞങ്ങളൊരു സ്പെഷ്യൽ ഒരാളുടെ അടുക്കൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. പിന്നെ കണ്ട കൂട്ടത്തിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഈ ലാമാസിനെയാണ്. ലാമാസ് ശരിക്കും നമ്മളുടെ ചെമ്മരിയാടിൻ്റെ അതേ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവിടെ ആൾക്കാർ ഊളിന് വേണ്ടിയിട്ടാണ് ഇതിനെ വളർത്തുന്നത്. ശരിക്കും ഇതൊരു സൗത്ത് അമേരിക്കൻ മൃഗമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും കണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാവണം. ഇതെന്താ അതിൻ്റെ പേര്? തുളാവക്ക എൻട്രൻസ്. ഓക്കെ, നമ്മളെ പിന്നെ അടുത്ത തുളാവാക്കിക്കാതില്ല പോകുന്നത് എൻട്രൻസ്. ഓക്കെ, ഇങ്ങോട്ട് പോട്ടെ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഫൈൻ, നമ്മൾ തന്നെ മുന്നോട്ട് പോവാണ്. ഓ, ഇത് മറ്റേ റോളർ കോസ്റ്റർ അല്ല, നമ്മള് പോകുന്നില്ല. അമ്മ പറഞ്ഞു വേണ്ട. ഒരു സാധനം മാത്രമേ ഉള്ളൂ. വരുന്ന അങ്ങനെ രണ്ട് ടീമുകൾ റോളർ കോസ്റ്റർ കയറാൻ പോയത്. അതുകൊണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ കൂടെ വരുന്നുണ്ട്, അവിടെ കൂടെ താഴോട്ട് വരുന്നുണ്ട്. ഇത്രയും ദൂരെയാണ്, ഇത്രയും ദൂരെ. ഇവിടെ ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒരുപാട് ഹൈറ്റിലാണ് അവരുള്ളത്. രണ്ടുപേരും വരുന്നുണ്ട്. ഇതുവഴി ഒരാൾ കറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്, അതുവഴി ഇങ്ങനെ കറങ്ങി ഇതാ വരുന്ന ഒരു വട്ടത്തിൽ കൂടെ കറങ്ങി ഇപ്പം ഇവിടെ വന്നെടുത്തു. അവിടെ നിന്ന് വന്ന് നിരങ്ങി രണ്ടുപേരും പവനായികൾ, രണ്ട് ശവമായി വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയൊരു ഉത്സാഹവും ഇല്ല, എൻ്റെ ബ്രേക്കൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്നായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ചാടി ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു, നിലവിളിച്ചിട്ടാന്ന് തോന്നുന്നു. അവർ തന്നെ പേടിച്ചിറങ്ങി ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്.
സൂപ്പർ വ്യൂ പറയുന്നില്ലയോ? നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞവരെന്റെ അടുക്ക. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങള് പോവാ. എന്തോ സൂപ്പർ വ്യൂ എന്നറിയോ? നമുക്ക് നിർത്തണമെങ്കിൽ നിർത്തി വെക്കാം. ബൈ ബൈ. ആ കൊള്ളാം കൊള്ളാം, അടിപൊളി. ട്രെയിനാണോ? ഹായ് ഹായ്. കോട്ടയാണോ? പോവാണോ? പോവാനോ? എവിടെ പോന്ന്? ആണോ? അയ്യോ അല്ലാണല്ലോ. കൂട്ടുകാരനാണോ? പിന്നെ ഫ്രണ്ടാണോ? അമ്മ അതെ. അയ്യോ നമുക്ക് പോയാലോ? ബീച്ച് പോ. ഇനി നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ ലാസ്റ്റ് കണ്ടോ എക്സിറ്റ്, ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇനി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങി പോകാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ഇവിടുന്നൊരു താറാവ് പ്രാക് 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 എന്ന് പറഞ്ഞ് ചാച്ചാടി വരുന്നതാണ്. എന്തൊരു കുണുങ്ങി കുണുങ്ങിയാണ് വരുന്നതാണ്. ഭയങ്കര കുണുക്കമായിട്ടുള്ള ഒരാളാണ്. കണ്ടോ? ആ നമ്മള് കാണേണ്ടി നമ്മുടെ സാധനം എമിറേറ്റ്സ്. കണ്ടോ? ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഫ്ലൈറ്റ് അല്ല, നമ്മൾ വന്ന സീഷൽസ്. നമ്മുടെ എമിറേറ്റ്സ് ആണ് പോകുന്നത്. എമിറേറ്റ്സ്. അയ്യോ ആണ് എക്സിറ്റ്. സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ ഇനി ബീച്ചിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകണം. അമ്മ വാട്ടർ പാർക്ക് മറ്റേ ബീച്ചിൽ പോകുന്നതായിരിക്കും നല്ലത്. അവിടെ റിലാക്സ് ആയിട്ട് വെള്ളത്തിരിക്കുക. ഹാ എന്താ സുഖമായിരിക്കും. ഇതിനകത്തില് ഹാർട്ട് അറ്റാക്ക് വരും. സ്ലൈഡ് ക്ലോസ് ആക്കി വെച്ചിരിക്കുക. സ്ലൈഡാണ് മറ്റേ കണ്ട ടോഗോങ്. എന്താ സാധനം? ആ മറ്റേ സ്ലൈഡ് തന്നെയാ അതിന്റെ. അല്ല ഇപ്പൊ കണ്ടേ താറാവല്ലത്. താറാവല്ല, അന്നത്തെ നോക്കിയാലോ. അന്നത്തെ പേര് അതിലൊരെണ്ണമാണ് മേലെ കയറിയിരിക്കുന്നത്. പേരെന്താന്ന് പറഞ്ഞ? ഈജിപ്റ്റ് ഗൂസ്. ഈജിപ്റ്റ് ഗൂസ്. ഇതാണ് ഈജിപ്ഷ്യൻ ഗൂസ് ഗൈസ്. ഈജിപ്ഷ്യൻ ഗൂസ്. പിന്നെ കണ്ടോ, സാധാരണ താറാവ് പോലെ അല്ല, വേറെ ഷേപ്പാണ്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവരോട് ഇന്നപ്പോൾ അവരുടെ അടുത്തിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഒരാളുണ്ട്, മേലെ ഒരാൾ ഇരിപ്പുണ്ട്. ഈജിപ്ഷ്യൻ ഗൂസ്. അതാണ് ഈജിപ്ഷ്യൻ ഗൂസ്. പല വർണ്ണത്തിലുള്ള താറാമക്കൾ. ഇവരെല്ലാം കൂടെ എന്തോ സമ്മേളനമാണ് ഇവിടെ കേട്ടോ. പാട്ടിയോഗം കഴിഞ്ഞാൽ തോന്നുന്നു. ഇംഗ്ലാബ് വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. പാട്ടിയോഗം കഴിഞ്ഞു വിട്ടാണ്. പാട്ടി സമ്മേളനം തന്നെ നടക്കും. പാർട്ടി ടൈം. ഒരു പിജിൻ വരെ ഡാൻസ്. എക്സിറ്റിലേക്ക് എടുക്കുകയാണ്. ഇവിടെയാണ് നേരെയാണ് നമ്മളെ ഫിഷ് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഇവിടെ പിന്നെ ബേർഡ്സ് ഒക്കെ ഉണ്ട്.
പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വേറൊരു വല്ലാത്ത ലുക്കാണ്. ഓക്കെ, ഇങ്ങനെ എക്സിറ്റ് ഇറങ്ങുന്നിടമാണ്. ഫിഷ് ഫീഡിങ് ഏരിയ. ഫിഷ് ഫീഡിങ് ഏരിയ. ഇതിൽ ഡക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഫിഷ് ഫീഡിന് ഇട്ടാൽ ഫിഷും കഴിക്കും, എല്ലാവരും കഴിക്കും. അപ്പോൾ ഇതാണ് ഫിഷ് ഫീഡിങ് ഏരിയ. എല്ലാവർക്കും വീഴാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയാലോ? ഈജിപ്ഷ്യൻ ഗൂസ് 2 എണ്ണം വന്നിങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോ ഒരു താറാവ്. അപ്പോൾ പിന്നെ നമുക്ക് പതുക്കെ വിടാം. വാ, ഫിഷ് ഫുഡ് വെച്ചിട്ടുണ്ട്. 100 രൂപയാണ്, ഇന്ത്യൻ രൂപയല്ല, മൗറീഷ്യസ് റുപ്പീസ്. ബൈ ദ വേ, അത് പറയാൻ മറന്നു, ഇവിടെയും മൗറീഷ്യസ് റുപ്പീസ് എന്നാണ് പറയുന്നത്, നമ്മുടെ റുപ്പീസ് പോലെ. ഇന്ത്യൻ ഓഷ്യൻ റം മ്യൂസിയം ആൻഡ് ഷോപ്പ്. ഇത് റമ്മാണെന്ന് തോന്നുന്നു, ഇന്ത്യൻ ഓഷ്യൻ റം. പ്രൊമോഷനുണ്ട്, 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഇന്ത്യൻ ഓഷ്യൻ റമ്മാണുള്ളത്. ഈ സാധനം ഞാനും കാണാതെ വിട്ടുപോയി. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വാറ്റുന്ന മെഷീനാണ്, വാറ്റുന്ന മെഷീൻ, ചാരായം വാറ്റുന്ന മെഷീനാണ്, ഡ്രം ഉണ്ടാക്കുന്ന മെഷീൻ. ഓക്കെ, ഡ്രമ്മിൻ്റെ ഡ്രമ്മൊക്കെ ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഞങ്ങൾ തിരിച്ചിപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ നമ്മൾ കാണുന്ന ഒരു കസേലയുടെ ഒരു ബിൽഡിംഗ് ആണ്. അതില് ഇവിടെ ഇരിക്കുന്നത് ഗ്രാൻഡ് ബസ്സിലാണ് അവിടെ. ഇതാണ് ശരിക്കും ആദ്യം എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ഈ മൗറീഷ്യസ് ഇരുന്നത്. ഇപ്പോഴും വീടുകളൊക്കെ ഉണ്ട്. ഇതിൽ ഈ കാണുന്നതാണ് കസേല. വീടാണുള്ള പല ഏരിയയിലേക്ക് പോകാനുണ്ട്. പിന്നെ ഇത് പോകുന്നുണ്ട്, നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ്. എവിടെയും നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ ഈ ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെയാണ് വന്നിടത്തുനിന്നാണ് നമ്മൾ പോയത് അങ്ങനെ സൈഡിലേക്ക്. ഓക്കെ, ഒന്ന് മ്യൂസിയമാണ്, ഇവിടുന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡോഡോ ബേർഡിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടുത്തെ ഓർമ്മയ്ക്ക്. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പോൾ ഇവിടെ പുനെ വിളിച്ചുകൊണ്ട് പതുക്കെ നമുക്ക് പോകാം. അന്നത്തെ ഇവിടെ കസേല നാച്ചുറൽ പാർക്ക് ഫൈനലി വന്നപ്പോഴാണ് ഈ കസേല എന്ന് പറയുന്നതൊരു ബേർഡിൻ്റെ നെയിമാണ്. ഇങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി. ഇവിടുത്തെ മേഘങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പാർക്കുള്ളത്. അപ്പോൾ ഗുഡ് ബൈ കസേല. അങ്ങനെ നമ്മൾ ഫ്ലാഗ് എന്ന് പറയുന്ന ബീച്ചിലെത്തി അല്ലേ? ബീച്ചെത്തിയോ? ബീച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു. ബീച്ച് തന്നെയാണ്. ഇവിടെ വേണം നമുക്ക് ഇറങ്ങാം. ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു. കുറച്ചും കൂടി ഫ്രണ്ടിൽ പോകാനാണ് അവർ പറയുന്നത്. ആണോ? ഇവിടെയുണ്ട് പാർക്കിംഗ്. ഇവിടെ നമുക്ക് വേണേ ഇറക്കി ഇവിടെ പാർക്ക് ചെയ്താൽ മതിയായിരുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. നല്ല സ്റ്റാൻഡേർഡ് ഒരു ബീച്ച്. ഇവിടെയാ ഇവിടുന്ന് റൈറ്റ് എടുത്താലും മതിയാവുമായിരിക്കും ചിലപ്പോ. ഇതന്നെ ബീച്ച്. ഇതിന്റെ ഫ്രണ്ടിലോട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ടാണോ കാണിക്കുന്നത്? അതെ അതെ, നമ്മുടെ അവിടെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇതിന്റെ ലെങ്ത് കുറെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഗൈസ്, ഇതാണ് ഫ്ലിക്ക് ആൻഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ബീച്ച്. ഞങ്ങൾ ഫ്ലിക്ക് ആൻഡ് ഫ്ലാഗിലെത്തി. അപ്പം ബീച്ചിന്റെ ഒരു ബ്യൂട്ടി ഇതാണ്. പിള്ളേർ കുളിക്കാന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ നാണമേ ഇവിടെ കുളിക്കാൻ അവർ അനുവദിക്കുന്നില്ല, ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത്. പക്ഷെ പിള്ളേരൊക്കെ കുളിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അത് കുളിക്കാതെ ഇവിടെ തന്നെ ഇങ്ങനെ മണ്ണ് വാരി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലിക്ക് ആൻഡ് ഫ്ലാഗിൽ നമ്മൾ വൈകിട്ട് രാവിലെ വന്നിട്ട് പോകാനായിരുന്നു തീരുമാനിച്ചു. പക്ഷെ നടന്നിട്ട്. അപ്പോൾ
ഇതാണ് ബീച്ച്. ഞാൻ ബീച്ചിലെ കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമുക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ ഈവനിങ് ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ചു. അതാണ് ഹാപ്പി രാജ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം സെറ്റപ്പാണ്. ഹാപ്പി രാജ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒരു ഫുഡ് ഇനി ഉണ്ടോയെന്നറിയില്ല, ഒരു കടയൊക്കെ അടയ്ക്കുന്നു. ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്ത് ആ റെസ്റ്റോറൻറ്റ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറി വന്നപ്പോൾ അവർ പിടിച്ച് ഞങ്ങളെ വേറെ റൂമിൽ കൊണ്ടിരുത്തി. ആ റൂമിൻ്റെ അകത്തെ ഒരു വീഡിയോ ആണിത്. ഓക്കെ, അത്യാവശ്യം എല്ലാത്തരം മധുരപാനീയങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. ഇവിടെ നമ്മളെ കൂടാതെ വേറൊരു ഫാമിലി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നുകൊണ്ട് തന്നെ മാള് മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ചർച്ചയിലാണ് രണ്ടാളും. നമുക്കുള്ള ടീയാണ്. ഓക്കെ, പുള്ളിക്കാരി ടീ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ. സോ ഇത് എനിക്ക് കൊണ്ടുവന്ന ബ്ലാക്ക് ടീ. അപ്പോൾ അവർക്ക് ഓർഡർ ചെയ്ത് ഗ്രീൻ ടീ. എങ്ങനെയുണ്ട് ഗ്രീൻ ടീ? ഗ്രീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ? ഗ്രീൻ ടീ അല്ല, ഇന്ത്യൻ ടീ, നോർമൽ ടീ. ഓക്കെ. ഷുഗറോ? മസാല ചായ നല്ലതാണോ? മസാല ചായ നല്ലതല്ല, മസാല ചായയാണ്, കാടമല്ല. രാവിലെ കുടിച്ച ടൈപ്പ് അല്ല. ഓക്കെ, ഫൈൻ. എന്തൊക്കെയാണ് മാളവിക മേടിച്ചത്? കാണിച്ചേ. താങ്ക് യു. ഓക്കെ, ഇത് മാളുവിൻ്റെ കൂട്ടുകാർക്ക് മേടിച്ച സാധനങ്ങളാണ്. 4 ഫ്രണ്ട്സ് ആണുള്ളത്. അപ്പോൾ 4 ഫ്രണ്ട്സിന് ഇൻക്ലൂഡിങ് ഹെയർ 4 ഫ്രണ്ട്സാണ്. അപ്പോൾ 4 പേർക്കുള്ള കീ ചെയിനാണ് മേടിച്ചത്. അമ്മച്ചി ഇനിവ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് 2 പേർക്കും കൊടുക്കുക. അപ്പം എന്താ മേടിച്ചത്? ഉപ്പിനെന്ത് വരുന്ന അവിടെ നിന്ന് മേടിച്ചേ? നമ്മളൊന്നും സാധനം മേടിച്ചില്ലേ? നമ്മൾ ഡോഡോ ബേർഡ് അല്ലേ മേടിച്ചേ? ഡോഡോ ബേർഡ് എന്തിനായിരുന്നു? പൂച്ച? അപ്പു, അത് ചേച്ചിന്റെ കലണ്ടറല്ലേ? എടാ കള്ള അവിടെ ഫീസ് നോക്കി. അവള് ആളുവിന്റെ ചെറിയ ഐറ്റംസ് ഒക്കെ മോഷ്ടിച്ചോണ്ട് പോയി. അതിന്റെ ചിരിക്കുന്നതാണ് കണ്ടോ? അപ്പൊ വഴക്ക് കെട്ടാനാണ് അപ്പു ഭയങ്കര മിടുക്കിയാണ്. പൂച്ച കണ്ണൊന്ന് കാണിച്ച് എന്തൊക്കെയാന്ന് പറയുന്നത്? എന്തൊക്കെയാണത്? എന്താ ശരിക്കും കീ ചെയിൻസ്? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഫുഡ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് മേടിച്ച് ഇറങ്ങി. ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ മാളും അപ്പവും കൂടെ ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അത് ഇതുവഴി പോയിട്ട് താഴേക്ക് പോയെങ്കിൽ മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. പാർക്കിംഗ് കിട്ടാൻ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾ വരുന്നവർ. ഞങ്ങളത് ഫൈനലി കണ്ടുപിടിച്ചു. അടുത്ത് നിർത്തി ചോദിച്ചു. അങ്ങനെ പറഞ്ഞു തന്ന പ്രകാരം ഞങ്ങളിവിടെ വന്ന് വണ്ടി ഇവിടെ ഇട്ടു. ഇതൊരു ചെറിയ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഈ ഹോട്ടലിന്. ഇത് തമരൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച അടുത്തുനിന്ന് കുറച്ച്
ഇപ്പുറത്തേക്ക് മാറിയാണ് ഈ ഹോട്ടൽ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല ഹോട്ടൽ ഇതാണ് എന്ന് പറഞ്ഞ പേരിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ ഡിന്നർ സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ കഴിക്കാൻ ഈ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ അപ്പച്ചൻ ഇഷ്ടമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ഹാപ്പി രാജ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. എന്തൊക്കെയായിരുന്നു വാങ്ങിയത്? നമ്മൾ ബട്ടർ നാൻ, ഗാർലിക് നാൻ, സ്റ്റഫ്ഡ് പൊറോട്ട, കബാബ്, ഇതെന്തോന്ന് എനിക്കറിയത്തില്ല. അത് നമ്മുടെ സ്പെഷ്യൽ ചെട്ടിനാട് മട്ടൻ കറി. അപ്പോൾ ചെട്ടിനാട് മട്ടൻ കറി. പിന്നെ അപ്പൂന് ഇത് വേണമെന്ന് പറഞ്ഞത്, നമ്മുടെ സൂപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ആകെയുള്ള സീ ഫുഡ് സൂപ്പാണ് അത് മേടിച്ചോണ്ട് വന്നത്. പക്ഷെ അപ്പൂന് അത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് തൽക്കാലം ഇത് മാത്രമാണ്, ഗാർലിക് നാൻ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ മാളു ഓൾറെഡി കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് മാളു ഫുഡ്? ആണോ? എരിയുണ്ടോ? എരിയൊന്നുമില്ലല്ലേ? മട്ടൻ കറിയോ? മട്ടൻ കറി എങ്ങനെയുണ്ട്? ഉപ്പിൻ്റെ ഒരു അഭിപ്രായം നോക്കട്ടെ. എങ്ങനെയുണ്ട് മട്ടൻ കറി? സൂപ്പറാണ്. ഓക്കെ. അപ്പുച്ചന് എന്താ കറിയൊന്നും വേണ്ട? അപ്പുച്ചന് വേണ്ട അല്ലേ? കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട്. കുഞ്ഞിന് ആ സങ്കടം, കാലിലും വേന എടുക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം വെള്ളത്തിൽ പോയി കളിച്ചുകൊണ്ട് കാലൊക്കെ വേന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനും എടുത്തിട്ടുണ്ട് ഒരു സ്റ്റഫ് പൊറോട്ടയും ഒരു ഗാർലിക് നാൻ ഹാഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഷിഷ് കബാബ്, ചിക്കൻ ഷിഷ് കബാബ്. അതൊക്കെയൊക്കെ നമ്മൾ സാധാരണ ഡിഷ്. അപ്പം എന്നാൽ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ തീരുവാണ്. പിന്നെ നാളെ രാവിലെ പിടിപ്പത് ട്രിപ്പുണ്ട്. അപ്പോൾ നാളെ കുറേ ഇട കറങ്ങാനുണ്ട്. പിന്നെ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.